ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് വിട്ടു. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് ജിമ്മിൽ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ എന്റെ ജിമ്മിൽ ആദ്യത്തെ ദിവസങ്ങളായതുകൊണ്ട് എനിക്ക് എന്ത് തേങ്ങ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്നിരുന്നാലും ട്രെയിനർ അവിടെ ഉണ്ടായിരുന്നു. മൂപ്പര് വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു. ആ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഈ ചെയ്യണത് ഞാൻ പറയുന്നത് വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ചാട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്റെ വലത്തെ കൈയിനെ പോലെ തന്നെ എന്റെ ഇടത്തെ കൈ അത്ര സ്ട്രോങ് അല്ല, ബിക്കോസ് ഞാനൊരു വലത് കൈ. പിന്നെ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്ന ഈ ഓരോ കാര്യങ്ങൾ കണ്ടാണ്ട് നിങ്ങൾ വിചാരിക്കണം ഓൻ എന്ത് ഷോ ഓഫ് ആണ്, ഓൻ എന്തിനാണ് ഈ റീൽ ഇടുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏതായാലും ഇൻസ്റ്റാഗ്രാമിൽ ഈ റീൽ ഞാൻ ജിമ്മിൽ പോകുന്ന റീൽ, അതുകൊണ്ട് തന്നെ ഇത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കും, നീ 1-2 ദിവസം ജിമ്മിൽ പോയിട്ട് അതിന്റെ വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്റെ വീഡിയോ ഇടാഞ്ഞത്. അങ്ങനെ ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ജിമ്മിൽ പോകും. അതുകൊണ്ട് എന്റെ പേഴ്സണൽ ഗ്രോത്ത്, എന്റെ ഹെൽത്തിനും അത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വിട്ടു മുടി മുറിക്കാൻ വേണ്ടിയിട്ട് എന്റെ കമ്പനിക്കാരൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെ മുടിയൊക്കെ മുറിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. റെഡി ആയിട്ട് ഒന്ന് കൊണ്ടോട്ടി വരാം. 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ട്രൈപോഡ് മേടിച്ചു. ആ ട്രൈപോഡിന്റെ അനിവാര്യത എന്താണെന്ന് നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലായി. എന്നിട്ട് ആ ട്രൈപോഡ് വെച്ചിട്ട് തന്നെ അന്നത്തെ ദിവസം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ആലോചിക്കാൻ. അങ്ങനെ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ. ഹോപ്പ് ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരിക്കും. ഇറ്റ്സ് മീ ബാച്ച സൈനിങ് ഓഫ്.